അനീഷ് ഷാനവാസിനോടും അനുമോളോടും പറയാണ്, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ ആൾക്കാർ വന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ആദില പറയുന്നുണ്ട്, അത് ചിലപ്പോൾ സ്വപ്നത്തിൽ കണ്ടതായിരിക്കും, അല്ലാതെ ഇവിടെ ആരും വരാൻ എടുക്കാൻ. ആണോ? അതെയോ ചേട്ടാ? അനുമോൾ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് കാണാം, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധവും ഇല്ലെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അനീഷ് പറയാണ്, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല, എന്തോ ഞാനങ്ങ് ഗാഢ നിദ്രയിലങ്ങ് പോവും, അതുകൊണ്ട് പിന്നെ ഇവിടെ എന്തോ നടക്കുന്ന അറിയത്തില്ല, എൻ്റെ സാധനങ്ങളൊക്കെ കാണാനില്ല. അന്നേരം ഷാനവാസ് ചോദിക്കുന്നത്, ആണോ? അതാരാ അങ്ങനെ ചെയ്യുന്നേ? അതാരായാലും അത് ശരിയുള്ള കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അനീഷ് പറയാണ്, ഞാൻ വെച്ചിരുന്ന എൻ്റെ ആ കോയിൻ കാണാതെ പോയി, ആരാ എടുത്തുകൊണ്ട് പോയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അനുമോള് പറഞ്ഞു, ചേട്ടാ ഞാനത് കണ്ടുപിടിച്ച് തരാം. അപ്പോൾ ചേട്ടൻ എനിക്ക് എന്തോ തരും. രാവിലെ മുതൽ വായിട്ട് അലച്ചത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അനുമോള് ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് ഫ്രീ ആയിട്ട് എനിക്ക് കണ്ടുപിടിച്ച് തരും. അനുമോള് ചോദിക്കുകയാണെന്ന് നോക്കിയേ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ, എന്തുവാ ചേട്ടാ? ഇപ്പം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാ, ഞാൻ ചേട്ടനെ കണ്ടുപിടിച്ച് തരാം. ആദിലയോട് ചോദിക്കുന്നുണ്ട്, നീ എടുത്തോ? അപ്പോൾ ആദില പറയുന്നുണ്ട്, ആ ഞാനെടുത്ത് തിന്നു. നിനക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, നീ എടുത്തിട്ടും കാര്യമില്ല, നിനക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഇൻവോൾവായ 4 പേരും ഇപ്പോൾ ഉണ്ട്. ആദില, അനുമോള്, ഷാനവാസ്, നൂറ. അപ്പം നിങ്ങൾ 4 പേരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, എൻ്റെ കയ്യിലുള്ള കോയിൻ കട്ട് കൊണ്ടുപോയതിനാൽ ഈ ടാസ്ക് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അനീഷ് പറയുന്നുണ്ട്.